നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്നൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നു. അതായത് ഈ യു പിയിലെ കുംഭമേളയിൽ വൈറലായ പെൺകുട്ടി, ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച ഫർമാൻ എന്ന് പറയുന്ന ആളും മാധ്യമങ്ങൾക്ക് മുന്നിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരു കേസ്, അതായത് ഈ കേസിൽ അതായത് ഈ ഇപ്പം നടക്കുന്ന നിയമ നടപടിക്കായി കോടതിയെ സമീപിച്ച അഭിഭാഷകൻ, അതുപോലെ തന്നെ അനിൽ വെളിയിൽ എന്ന് പറഞ്ഞ VHPയുടെ സംസ്ഥാന സെക്രട്ടറി, അങ്ങനെയുള്ള ചിലർക്കെതിരെ ഒരു അച്ഛൻ അമ്മ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അച്ഛൻ അമ്മ, അതുപോലെ തന്നെ സംവിധായകൻ, അവിടുത്തെ ഒരു സംവിധായകൻ, അയാൾക്കെതിരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു കൗണ്ടർ കേസ്, ഇത്രയും ദിവസം ഇല്ലാതിരുന്ന ആരോപണങ്ങൾ ഒരു കൗണ്ടർ കേസായി വരുന്നു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ കോടതി മധ്യപ്രദേശ് സർക്കാരിൽ നിന്ന് വിവരങ്ങൾ അന്വേഷിക്കണം, 20-ാം തീയതിക്കുള്ളിൽ വിവരങ്ങൾ കിട്ടണം എന്ന് കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രേഖകൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു പരാതി കൂടി വരുമ്പോൾ, അതായത് ഇത്രയും ദിവസം കാണാതിരുന്ന പെൺകുട്ടി, പ്രഗ്നൻ്റ് ആണെന്നും ഒക്കെ പറഞ്ഞ് ഒളിപ്പിച്ചു വെച്ചിരുന്ന പെൺകുട്ടിയെ പെട്ടെന്ന് പൊതുസമൂഹത്തിൽ എത്തിച്ചൊരു പരാതി ഇവർക്കെതിരെ കൊടുപ്പിക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? യഥാർത്ഥത്തിൽ ഇതൊരു ഇതിലിപ്പോൾ ആരോപിക്കപ്പെടുന്ന സംഭവങ്ങൾ യാഥാർത്ഥ്യമാണെന്നല്ലേ? കാരണം ഇപ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ ഈ വലിയ ചർച്ച ചെയ്യുന്നില്ല ഈ വിഷയം. മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നേയില്ല. മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ വന്നു, അവർ ഒരുപാട് അലഞ്ഞു. അവർ എറണാകുളം കമ്മീഷണറെ പോയി കണ്ടപ്പോഴത്തേക്കും നോട്ട് അറസ്റ്റ് എന്നുള്ളൊരു ഓർഡറാണ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ അവർ നിസ്സഹായരായി തിരിച്ചു പോകുകയായിരുന്നു. കാരണം ഈ പെൺകുട്ടിയെ കാണാൻ അന്വേഷണമായി ഒരു ഘട്ടത്തിലും സഹകരിച്ചില്ല. പെൺകുട്ടിയുടെ അച്ഛൻ കൊടുത്ത പരാതിയിൽ ഈ പെൺകുട്ടിയെ കാണാനും മൊഴിയെടുക്കാനും ഒക്കെ ദേശീയ SC/ST കമ്മീഷന്റെ ഉത്തരവ് കൂടി ഉണ്ടായിരുന്നു. കമ്മീഷനും ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. സംസ്ഥാന DGPയോട് റിപ്പോർട്ടും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഇതുവരെ പെൺകുട്ടിയെ ഹാജരാക്കുകയൊന്നുമില്ല. പെൺകുട്ടി ഒളിവിലായിരുന്നു. അതിനിടയ്ക്ക് ഈ ഭർത്താവ് ഫർമാൻ പറഞ്ഞത് പെൺകുട്ടി വാരണാസിയിൽ വെച്ച് ഒളിച്ചോടി പോയി. അത് കഴിഞ്ഞിട്ടാണ് ഈ പെൺകുട്ടി രണ്ടാമതൊരു വെർഷൻ വന്നത്. പെൺകുട്ടി ഗർഭിണിയാണ്. അപ്പോൾ മാർച്ച് മാസമാണ് വിവാഹം നടന്നത്. അതെ, പെൺകുട്ടി ഗർഭിണിയാണ്. സഞ്ചരിക്കാൻ, യാത്ര ചെയ്യാനാകില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് യാത്ര ചെയ്യരുത്, ശാരീരിക ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഇതൊക്കെയാണ് കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ കേസ് ഏതാണ്ട് മധ്യപ്രദേശ് പോലീസ് തിരികെ പോകുന്നു. അപ്പോൾ അവർ കോടതി റിപ്പോർട്ട് ചോദിക്കുന്നു. അപ്പോഴാണ് നെയ്യാറ്റിൻകരയിലെ ഒരു അഭിഭാഷകൻ അഡ്വക്കേറ്റ് നാഗരാജ് നൽകിയ പരാതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അത് ശിവൻകുട്ടി, A. റഹീം, MP ഗോവിന്ദൻ, പിന്നെ ഫർമാൻ, 2 ക്ഷേത്രം ഭാരവാഹികൾ, അങ്ങനെ 6 പേർക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോയ പരാതിയിൽ അവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് കോടതി വിവരങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അവിടെ കേസ് ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല, നേരെ മറിച്ച് അവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പോക്സോ കേസിൽ പ്രതിയാകും എന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടും രേഖകൾ ഇപ്പോൾ വരുമ്പോൾ കള്ളം പൊളിയുമെന്നുള്ളത് കൊണ്ടും മന്ത്രിമാരെ സംരക്ഷിക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ടുമല്ലേ ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതിയുമായി ഈ വൈറൽ പെൺകുട്ടിയെ അതാണ് ഇപ്പോൾ ഈ പെൺകുട്ടി തിരിച്ചൊരു കൗണ്ടർ പരാതി കൊടുത്തത്. ഇത്രയും കാലം പെൺകുട്ടിക്ക് പരാതിയില്ലായിരുന്നു. ഈ കോടതി നടപടികൾ എന്തൊക്കെ മുമ്പോട്ട് പോകുന്നു, കോടതി ഇടപെട്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ കോടതി ഇടപെട്ടിരിക്കുന്നു. മധ്യപ്രദേശ് പോലീസ് ഇടപെട്ടാൽ ഇതിൽ പരാതി വരേണ്ട കാര്യമില്ല. കാരണം പോലീസൊക്കെ പിണറായി വിജയന്റെ പോക്കറ്റിലായതുകൊണ്ട് അതെങ്ങനെങ്കിലും ഒക്കെ തിരിച്ചു മറിച്ച് എങ്ങനെയും രക്ഷിക്കാമെന്ന് വിചാരിച്ചു കാണും. അപ്പോൾ കോടതി ഇടപെടുമ്പോൾ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഒന്നുമില്ലെങ്കിൽ ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്താൽ തന്നെ ജാമ്യം എടുക്കുകയോ അല്ലെങ്കിൽ കേസിൽ അത് ജാമ്യം എടുക്കാനും ജാമ്യം കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൃത്യമായി തന്നെ രേഖകളുണ്ട്. കേരളത്തിലെ സോഷ്യൽ മീഡിയയിലടക്കം പൊതുസമൂഹത്തിലേക്ക് അവർ തന്നെ കൊണ്ടുവന്ന ഒരു നറേറ്റീവായിരുന്നു ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഒരു കൗണ്ടർ കേസ് കൊടുപ്പിച്ച് മന്ത്രിമാരെ അടക്കം രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അറിയാൻ കഴിയുന്നത് പോലീസ് പോക്സോ കേസ് എടുക്കണമെന്നാണ് പോലീസുണ്ട്. അപ്പൊ പോലീസിന് അറിയാം ഇത് പെൺകുട്ടിക്ക് 18 വയസ്സായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ തന്നെ പറഞ്ഞു ഇപ്പൊ പോക്സോ കേസ് എടുക്കണമെങ്കിൽ അന്ന് ഇവർ പറയുന്ന ഒരു വാദം എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംവിധായകൻ, ആ സംവിധായകൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ആ സംവിധായകനാണ് പീഡിപ്പിച്ചെന്ന് പറഞ്ഞു. ആ സംവിധായകൻ പീഡിപ്പിച്ചാൽ ഇപ്പോൾ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായെങ്കിൽ എങ്ങനെയാണ് അനിൽ വിളയിലും മറ്റുള്ളവർക്കും എതിരെയൊക്കെ പോക്സോ ചാർജ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് അത് സാധ്യമാവുക? ആദ്യത്തെ പരാതിയിൽ ആദ്യം പെൺകുട്ടി അച്ഛൻ കൊടുത്ത പരാതിയിൽ പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്കെതിരെ പോക്സോ കേസ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രായപൂർത്തിയായി എന്ന് പറഞ്ഞു വാദഗതി വന്നു. അങ്ങനെയാണ് ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുക്കുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഈ രണ്ടാമത് ഈ പെൺകുട്ടി കൊടുത്തു എന്ന് പറയുന്ന പരാതിയിൽ ഈ മറ്റ് VHP നേതാവ് അടക്കമുള്ള അനിൽ വിളയിൽ അടക്കമുള്ള പരാതിക്കാർക്കെതിരെ പോയിരിക്കുന്ന ആ പരാതി പോക്സോ കേസ് വേണമെന്നാണ്. അപ്പോൾ പെൺകുട്ടിക്ക് അറിയാം പ്രായപൂർത്തിയായിട്ടില്ല.
അപ്പോൾ ആ നൽകിയതൊക്കെ വ്യാജരേഖയാണ്. തമ്പാനൂർ പോലീസിൽ അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ ഈ പെൺകുട്ടിയുടെ പേരിനെ സംബന്ധിച്ചൊരു തർക്കം ഉണ്ടാക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് രാഹുൽ ഈശ്വർ ഈ പെൺകുട്ടിയുടെ പേരുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദം ഉണ്ടാക്കുന്നു. ഇപ്പോൾ ആ പെൺകുട്ടി അറിയപ്പെടുന്ന പേര് കുംഭമേളയ്ക്ക് ശേഷം ഈ പെൺകുട്ടിക്കുണ്ടായ പേരാണ്. മറ്റ് 2 അക്ഷര പേരായിരുന്നു ഈ പെൺകുട്ടിക്കുള്ളത്. ഏതായാലും ഈ പെൺകുട്ടി, ഞാൻ വിശ്വസിക്കുന്ന അതിന് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം അന്ന് വന്ന വാർത്തകളിൽ ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് ഇതിന് പെൺകുട്ടിക്ക് പ്രായമായിട്ടില്ല എന്ന്, കുംഭമേളയിൽ വൈറലായ സമയത്ത്. ആധാർ കാർഡിലുള്ള പേര് ഏറ്റവും പുതിയ പേരാണ്. അതും ജനന സർട്ടിഫിക്കറ്റിലും ആ പേരാണ്. കുട്ടി വൈറലായ ശേഷം ഉണ്ടായ പേരാണ് ജനന സർട്ടിഫിക്കറ്റിൽ എന്നാണ് പറയുന്നത്. അപ്പൊ ആ പേരാണ് യഥാർത്ഥ പേരെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പിന്നെ ആധാർ രേഖ യഥാർത്ഥത്തിൽ ഒരു ഡോക്യുമെന്റ് അല്ല. ആധാർ രേഖ നമ്മുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരാണെന്ന് അറിയാനുള്ള രേഖ മാത്രമാണ്. അത് പ്രായപൂർത്തിയുമായി ബന്ധപ്പെട്ട രേഖയല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ കേസിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ മന്ത്രിമാർ കുടുങ്ങും, ഈ ക്ഷേത്രം ഭാരവാഹികൾ കുടുങ്ങും എന്ന കാര്യത്തിലൊരു സംശയമില്ല. കാരണം ഇതിൽ വളരെ വ്യക്തമായി തന്നെ നമുക്കറിയാം, കേരളത്തിലെ മന്ത്രിമാർക്കറിയാം ഒരു ഹിന്ദു പെൺകുട്ടിയെയും ഒരു മുസ്ലിം പയ്യനെയും കൂടി ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിപ്പിക്കരുതെന്ന് അറിയാത്തവരല്ല. നിയമമില്ല. അങ്ങനെ ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ച് 2 പേരും ഹിന്ദു ആണെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ച് നടത്താം. ക്രിസ്ത്യാനികളാണെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് പള്ളിയിൽ വെച്ച് 2 പേരും ക്രിസ്ത്യാനികളാണെങ്കിൽ നടത്താം. മുസ്ലിംസിനും അങ്ങനെ തന്നെയാണ്. ഇനി അഥവാ ഏതെങ്കിലും ഒരു ഹിന്ദുവിനും മുസ്ലിമിനും കല്യാണം കഴിക്കണമെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് വേണം, അല്ലെങ്കിൽ പെൺകുട്ടി കൺവേർട്ട് ചെയ്യണം. ക്രിസ്ത്യൻസിനും അങ്ങനെ തന്നെയാണ്. പള്ളിയിൽ വെച്ച് വിവാഹം നടത്തണമെങ്കിൽ കൺവേർട്ട് ചെയ്യണം എന്നുള്ളതാണ്. രജിസ്റ്റർ ചെയ്യണം എങ്കിലും അത് സ്പെഷ്യൽ മാരേജ് ആക്ട് ആയിരിക്കണം എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2 മതവിഭാഗക്കാർ തമ്മിൽ ഒരു കാലത്തും ഈ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചത് തന്നെ തെറ്റ്. അവിടുത്തെ ഭാരവാഹികൾ ഉടൻ തന്നെ ഈ സർട്ടിഫിക്കറ്റ് നൽകി പഞ്ചായത്തിൽ നിന്ന് രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിലും വലിയ ഗുരുതരമായ തെറ്റ്. കാരണം അങ്ങനെ പറ്റില്ല. കല്യാണം തന്നെ വാലിഡ് അല്ല, പിന്നെ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക? ആ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അവകാശമില്ല, കല്യാണം നടത്താനുള്ള അവകാശമില്ല, ഒന്നുമില്ല. അപ്പോ തീർച്ചയായിട്ടും മന്ത്രിമാരടക്കമുള്ളവർ, ഈ മന്ത്രിമാർക്ക് വിദ്യാഭ്യാസ മന്ത്രി, പാർട്ടി സെക്രട്ടറി എ റഹീമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എ റഹീം ഇങ്ങനെ വിവാഹം കഴിച്ച ഒരാളാണ്. ഹിന്ദുവും മുസ്ലിമും കൂടാണ്. എ റഹീമിന്റെ ഭാര്യ ഹിന്ദുവാണ്. അപ്പോൾ എ റഹീം വിവാഹം കഴിച്ചത് ഇങ്ങനെ തട്ടിപ്പിലല്ല. എ റഹീം കല്യാണം കഴിച്ച യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി തന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിവാഹം? എ റഹീം പേരിനെങ്കിലും ലോ കോളേജിൽ പോയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്തെങ്കിലും ഇത്രയും ഏതായാലും ഇത് അറിയാതിരിക്കാൻ തരമൊന്നുമില്ല. അതുപോലെ തദ്ദേശ വകുപ്പിൽ ഈ സർട്ടിഫിക്കറ്റ്, ആ തദ്ദേശ സ്ഥാപനം ഈ സർട്ടിഫിക്കറ്റ് ഔദ്യോഗികമായിട്ട് സർക്കാരിന്റെ വിവാഹ സർട്ടിഫിക്കറ്റ് നൽകിയ ആ സ്ഥാപനം ഉണ്ടല്ലോ, അവരും കാണിച്ചിരിക്കുന്നത് അവർക്ക് കൊടുക്കാൻ പാടില്ല. അവരത് രേഖകൾ പരിശോധിക്കുമ്പോൾ അവർക്കറിയാം ഇത് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ്. അത് സർക്കാർ സംവിധാനങ്ങളെ എല്ലാം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ നടക്കുന്ന നീക്കവും അത് തന്നെയാണ്. മന്ത്രിമാരെ സംരക്ഷിക്കാൻ വേണ്ടി ആ കേസിൽ ഇടപെട്ടിട്ടുള്ള പൊതുപ്രവർത്തകരായ ആൾക്കാർക്കെതിരെ പോക്സോ ചുമത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയെ കൊണ്ടുവരുന്നു. ഈ പെൺകുട്ടി ആരുടെ കസ്റ്റഡിയിലാണ്? കേരളത്തിലെ സർക്കാരിന്റെ കസ്റ്റഡിയിലാണോ? കേരളത്തിലെ പോലീസിന്റെ കസ്റ്റഡിയിലാണോ? ഈ പെൺകുട്ടി ഫർമാന്റെ കൂടെ തന്നെയാണോ? ഫർമാൻ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പെൺകുട്ടി ആരുടെ കസ്റ്റഡിയിലാണ്? എവിടെയാണ് താമസിക്കുന്നത്? ഈ പെൺകുട്ടി പെരുമ്പാവൂരോ ആലുവയിലോ എവിടെയോ ആരുടെയോ കസ്റ്റഡിയിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും ഈ പെൺകുട്ടിയോടൊപ്പം ഇന്നലെ ഒരു പെൺകുട്ടി കൂടി, അതിന്റെ ബാക്കിലൊരു പെൺകുട്ടി കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ നേരത്തെ തന്നെ ഈ പോപ്പുലർ ഫണ്ടുമായി ബന്ധപ്പെട്ട് പോയവരൊക്കെ പറഞ്ഞ അങ്ങനെയാണ്, ആരുടെയും സഹായമില്ലാതെ ഇത്തരത്തിലുള്ള ഇങ്ങനെ പെട്ടുപോകുന്ന പെൺകുട്ടികളെ പിന്നെ കാണാനും സംസാരിക്കാനും പറ്റില്ല. അതായത് ഈ നിമിഷ ഫാത്തിമയാണെങ്കിലും മറ്റ് നമ്മുടെ അഖില ഹാദി ആണെങ്കിലും, അഖില ഹാദിയെ കേസ് കഴിഞ്ഞ ശേഷം മലപ്പുറത്ത് വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ക്ലിനിക്കിൽ പോകുമ്പോൾ പോലും ചുറ്റും ആൾക്കാർ വന്ന ശേഷമാണ് അച്ഛനും അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. എത്ര ഗുരുതരമായ കാര്യമാണ്. അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ ഒരു കാര്യം സ്വന്തം അച്ഛനെയും അമ്മയും കാണണമെങ്കിൽ, സംസാരിക്കണമെങ്കിൽ മറ്റുള്ളവർ ചുറ്റിനും നിന്നാണ് സംസാരിക്കേണ്ടതെങ്കിൽ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ജീവൻ ഭയമുള്ളവർക്ക് പുറത്തു പറയാൻ കഴിയുക? അതുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ കോടതിയിൽ ഹാജരാക്കാത്തത്. ഈ പെൺകുട്ടിയെ മധ്യപ്രദേശ് കോടതിയിൽ ഹാജരാക്കില്ല. കഴിഞ്ഞ ദിവസം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ നാഗരാജ് സമർപ്പിച്ച ഹർജി കോടതിയിൽ വരുമ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ ഹാജരാവുകയാണ്. ഇവിടെ കേസെടുത്തിട്ടില്ല. ഇവിടെ കേസെടുക്കാത്തൊരു വിഷയത്തിൽ ഒരാൾ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ ആ പ്രൈവറ്റ് കംപ്ലൈന്റുമായി കോടതിയിൽ ചെല്ലുമ്പോൾ ഒരു കാരണവശാലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അവിടെ ഒരു കാര്യമില്ല. കേരളത്തിൽ കേസെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ സർക്കാരിന്റെ ഭാഗം പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മന്ത്രിമാരുടെ ഭാഗം പറയാനോ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരാവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അയാൾ നൽകുന്ന പ്രൈവറ്റ് അന്യായത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഹാജരാവേണ്ട കാര്യമില്ലാത്തടത്ത് ഹാജരായിക്കൊണ്ട് നാഗരാജിന് വേണമെങ്കിൽ വിസ്തരിച്ചോട്ടെ പെൺകുട്ടി എന്നാണ്. അതായത് ഇവിടെ വെച്ച് നാഗരാജന് സംസാരിക്കാനുള്ള അവസരം വേണമെങ്കിൽ കോടതിക്ക് മുമ്പാകെ കൊടുക്കും. കോടതി പറഞ്ഞതിന്റെ ആവശ്യമില്ല, അത് പ്രൊസീജിയർ അല്ല, കോടതിയുടെ മുമ്പിൽ അത് പ്രൊസീജിയർ അല്ല, അതുകൊണ്ട് കോടതി അത് പെർമിറ്റ് ചെയ്തില്ല.
പെൺകുട്ടിയുടെ രേഖകൾ വിളിച്ചു വരുത്താൻ പറഞ്ഞതാണ് ഇപ്പോൾ ഇവരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഈ രേഖകൾ യഥാർത്ഥത്തിൽ വരുമ്പോൾ തീർച്ചയായും ഇതിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട. അത് തന്നെയാണ്, അത് കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്നലത്തെ പെൺകുട്ടിയുടെ ആരോപണത്തിലൂടെ, പെൺകുട്ടിയുടെ കേസ് കൊടുക്കലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇങ്ങനെ തന്നെയായിരുന്നു പോപ്പുലർ ഫ്രണ്ടും ഒക്കെ പുറകിൽ നിന്ന് കളിച്ച കാലത്ത് കേസായിരുന്നു. ഇപ്പോൾ അശോകൻ ഒരു കേസ് കൊടുക്കും, അതിനെതിരെ പോപ്പുലർ ഫ്രണ്ട് ഒരു കേസ് കൊടുപ്പിക്കും, ഷെഫിൻ ജവാൻ എന്ന് പറയുന്ന ഒരാളെ മുന്നിൽ നിർത്തിക്കൊണ്ട്. അങ്ങനെയായിരുന്നു ഈ കേസുമായി സുപ്രീം കോടതി വരെ പോയത്, നമുക്കറിയാം. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായ, സത്യത്തിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 വയസ്സാക്കണമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം 17 വയസ്സ് 18 വയസ്സൊന്നും അഡോളസെന്റ് ഏജാണ്. ഈ അഡോളസെന്റ് ഏജിൽ കുട്ടികൾക്ക് പലരോടും അട്രാക്ഷനും ഒക്കെ ഉണ്ടാവാം. ആ ഘട്ടത്തിൽ ഈ അഡോളസെന്റ് ഏജ് കടന്നു കിട്ടിയാൽ കുട്ടികൾ രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ പറയുന്നത്. വലിയ രീതിയിലുള്ള ഫാന്റസി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പിന്നീട് ഈ 21 വയസ്സ് പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാകണം. 21 വയസ്സിന് ശേഷം മാത്രമേ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കാവൂ എന്നുള്ള നിയമം വരണമെന്നുള്ള ഒരു വാദമാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ആ 21 വയസ്സാകുമ്പോഴത്തെ കുട്ടികൾ ഒരു ഡിഗ്രി കഴിയുന്ന ഘട്ടം എത്തും. എന്തെങ്കിലും ഒരു കൈത്തൊഴിലെങ്കിലും ഏതെങ്കിലും ഒരു പഠനം പഠിക്കാനുള്ള സാഹചര്യം ആ കുട്ടിക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇവിടെ അതിനും താഴെയാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം സംഘടനകളും മറ്റും ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കണം എന്ന് പറയാനുള്ള കാരണവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അത് മാത്രമല്ല, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മോൾഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരൊന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാനുള്ള പ്രായമല്ല 18 വയസ്സ്. +2 വിദ്യാഭ്യാസം മാത്രം നേടിയാൽ മതിയോ കേരളത്തിലെ കുട്ടികൾക്ക്? +2 വിദ്യാഭ്യാസം കഴിയുമ്പോഴത്തേക്ക് 18 വയസ്സാവുന്നു. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ പല കുട്ടികൾ ഈ 18 വയസ്സ് വെച്ചാണെങ്കിൽ കല്യാണം കഴിച്ച് പോകേണ്ട വരുവാണ്. പിന്നീട് അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് 21 വയസ്സ് പെൺകുട്ടികൾക്ക് വിവാഹപ്രായമാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുമാത്രമല്ല, ഈ കേസിൽ വളരെ കൃത്യമായി തന്നെ വലിയ രീതിയിലുള്ള കളികൾ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്, മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ട്, CPM-ന്റെ ഭാഗത്തു നിന്നുണ്ട്. CPM-ന് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ട് നേടാനുള്ള ഒരു ആയുധമായി ഈ പെൺകുട്ടിയെ ഉപയോഗിക്കുകയായിരുന്നു. സത്യത്തിൽ ഈ പെൺകുട്ടി CPM ഒരു രക്തസാക്ഷിയാക്കുകയായിരുന്നു ഈ പെൺകുട്ടി എന്ന കാര്യത്തിലും സംശയമില്ല. നമ്മൾ മുമ്പ് ചർച്ച പറഞ്ഞതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ അവസ്ഥയിൽ പെൺകുട്ടി പെട്ടെന്ന് വൈറലായതാണ്. കുംഭമേളയിൽ വന്ന് അവിടെ ഒരു യൂട്യൂബർ കണ്ടെത്തി രാജ്യം മൊത്തം ഈ കുട്ടിയെ അറിയിച്ചതാണ്. പക്ഷെ ആ കുട്ടിക്ക് ഉണ്ടായ ഒരു അന്നേ ഇവര് ഈ കുട്ടിയെ കണ്ണു വെച്ചിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. അന്ന് കണ്ണു വെച്ച് അതിനുള്ള നീക്കങ്ങൾ നടത്തി അങ്ങനെയായിരിക്കും കാർഡ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഈ മതമൗലികവാദികൾ അത്തരത്തിൽ ചില നീക്കങ്ങൾ നടത്തുന്നവരാണ്. കുട്ടി പെട്ടെന്ന് വൈറലാകുന്നു. ഈ വൈറലായ കുട്ടിയെ പിന്നെ അതിന് അന്ന് തന്നെ പെൺകുട്ടിക്ക് 16 വയസ്സ് കഴിഞ്ഞുള്ളൂ. ഏതായാലും 6 മാസത്തിനുള്ളിൽ 18 വയസ്സാവില്ല. 6-7 മാസമായിട്ടുള്ള ഈ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് റദ്ദ് ചെയ്തത്. കാരണം പഴയ ജനന സർട്ടിഫിക്കറ്റ് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് റദ്ദ് ചെയ്തത്. അത് ചിലപ്പോൾ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും റദ്ദ് ചെയ്യപ്പെട്ടത്. വെറുതെ ഒരു സർക്കാർ ഒന്നും അങ്ങനെ റദ്ദ് ചെയ്യാൻ പറ്റൂലല്ലോ. അങ്ങനെ തീർത്തും നിയമപരമില്ലാത്തൊരു കാര്യം ഒരു സർക്കാർ ചെയ്യും. സർക്കാരിനെ സംബന്ധിച്ച് ആ വിഷയം അവിടെ തീർന്നു. ഒരു വ്യാജരേഖ റദ്ദ് വിഷയം അത് ഇപ്പോൾ കേരളത്തിലാണ്. ഈ കുട്ടി കേരളത്തിൽ വരുന്നു. എന്താണ് കുട്ടിയുടെ ഇന്റൻഷൻ? ഈ കുട്ടിയുടെ കേരളത്തിൽ ഈ കേരള സ്റ്റോറി എന്നൊന്നും പറഞ്ഞ് കേരളത്തെ വലിയ പുകഴ്ത്താൻ ഞാൻ ആളല്ല കേട്ടോ. കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് ഞാൻ പറയുകയില്ല. കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എന്താണ്? കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കേരളത്തിൽ നിന്നാണ് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകൃഷ്ടരായി പോയിട്ടുള്ളത്. IS-ലൊക്കെ എന്തൊക്കെ പ്രശ്നമുണ്ടായാലും ഇങ്ങനെ തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു മലയാളി സാന്നിധ്യം അതിനകത്ത് ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമുക്ക് കാണുന്ന കാര്യം. അതുകൊണ്ട് തന്നെ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഇതല്ല, മതേതരത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മതമൗലികവാദികളെ സൃഷ്ടിക്കുന്നതാണ് കേരള സ്റ്റോറി എന്നാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതേതരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മതമൗലികവാദികളെ സൃഷ്ടിക്കുകയും ഹിന്ദു എന്ന വാക്കിനെ തന്നെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഹിന്ദു എന്ന് പറയുന്നതാണ് വർഗീയത എന്ന് പറഞ്ഞുകൊണ്ട് മതമൗലികവാദികളെ സൃഷ്ടിച്ചുകൊണ്ട് സത്യത്തിൽ അത് ഞാൻ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വരെ മോശമാണത്. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പേരുദോഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാർ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അത് വളരെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. അതാണ് 4 വോട്ടിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ആരേത് കേസിൽപ്പെട്ടാലും കുഴപ്പമില്ല, ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുക, പെൺകുട്ടികളെ കുരുതി കൊടുക്കുക. യഥാർത്ഥത്തിൽ കുരുതി കൊടുക്കുക, ഞാനും ഒരു പെൺകുട്ടിയുടെ അമ്മയാണ്, അതുകൊണ്ട് എനിക്ക് ഇതിൽ വലിയ ആത്മരോഷമുണ്ട്. പെൺകുട്ടികളെ കുരുതി കൊടുക്കുക, അത്തരത്തിലുള്ള രീതികളിലേക്ക് കേരളത്തിലെ സർക്കാർ പോകരുത്. നിങ്ങൾക്ക് 4 വോട്ടായിരിക്കും കാര്യം, ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ അത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കാൻ വേണ്ടി മാത്രം ഒരു പാവം പിടിച്ച പെൺകുട്ടി, ഒന്നും അറിയാത്ത പെൺകുട്ടി, ആ പെൺകുട്ടി ഇപ്പോൾ ആരൊക്കെയോ പറഞ്ഞു കൊടുക്കുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പതർച്ച ആ കുട്ടിക്കില്ല. കാരണം ഇത് സ്ക്രിപ്റ്റഡ് ആണ്, എഴുതി കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് ഇതാണ് കേരള സ്റ്റോറി എന്ന തരത്തിൽ പറയിപ്പിക്കുകയും അല്ലെങ്കിൽ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കുകയായിരുന്നു ചെയ്തത്. അതിൽ നിന്ന് ആ പാപത്തിൽ നിന്ന് ഒഴിയാൻ കേരളത്തിലെ സർക്കാരിന് കഴിയില്ല, പിണറായി വിജയന് കഴിയില്ല, പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസിന് കഴിയില്ല, ക്ഷേത്രം ഭാരവാഹികൾക്ക് കഴിയില്ല, റഹീമിന് കഴിയില്ല, ഗോവിന്ദന് കഴിയില്ല. ഇത് മനസ്സിലാക്കേണ്ടതാണ്
വി ശിവൻകുട്ടിക്കും കഴിയില്ല. യഥാർത്ഥത്തിൽ അതിന്റെ ഒരു ഗുണമായിരിക്കും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടിയെ കുരുതി കൊടുത്തതിന്റെ ഗുണമായിരിക്കും എസ് ഡി പി അവകാശം പോലെയാണ് ശിവൻകുട്ടി എന്ന് വോട്ട് ചോദിച്ചത്. നിയമത്ത് വോട്ട് എനിക്ക് വേണം. നിയമത്ത് മാത്രമല്ല എല്ലാ സ്ഥലത്തും ഒരു എക്സാമ്പിൾ ആണ്. പല മണ്ഡലങ്ങളിലും ഇവിടെ ശിവൻകുട്ടി പ്രത്യേകിച്ചും ശിവൻകുട്ടി SDP അങ്ങോട്ട് പിന്തുണ കൊടുക്കാമെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വേണം വോട്ട് എന്ന് പറയുകയായിരുന്നു. അതിൽ നിന്ന് എനിക്ക് ആ പിന്തുണയൊക്കെ ചോദിച്ചു വാങ്ങിച്ചത് അതുകൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. ഏതായാലും സത്യത്തിൽ ഇലക്ഷന് വേണ്ടി ആ പെൺകുട്ടിയെ കുരുതി കൊടുക്കുകയായിരുന്നു കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.